യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർ, ഇത് സിസ്റ്റർ ലിസി വർഗീസ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സഹോദരിയുടെ കൈ പൊക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് വലിയൊരു ദൈവശക്തി അനുഭവിക്കുകയും ഇപ്പോൾ പൂർണ്ണമായിട്ട് ഹീലായി. സഹോദരി മുൻപിലേക്ക് വരിക. എന്തായിരുന്നു മുൻപുണ്ടായിരുന്ന പ്രശ്നം? എനിക്ക് പെടലിക്ക് വേദനയും രണ്ട് കൈയും പൊക്കാൻ വയ്യാത്തായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് വലത്ത് കൈ പൊക്കാം, ഇടത്ത് കൈ ഒട്ടും പൊക്കാൻ വയ്യുന്ന കോളറിട്ടുകൊണ്ടാണ് വീട്ടിലൊക്കെ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇരുൾ നീങ്ങിപ്പോകുന്ന പോലെ തോന്നി. എനിക്ക് കൈ പൊക്കാം. കൈകൾ അടിച്ച് കർത്താവിനെ സഹോദരങ്ങളെ, പത്രോസ് ചോദിച്ചതുപോലെ നിങ്ങൾ ആശ്ചര്യപ്പെട്ട് ഞങ്ങളെ നോക്കണ്ട. ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ നടക്കുന്നതല്ല. നമ്മുടെ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഉയർപ്പിച്ചതിനാൽ, യേശു ജീവിക്കുന്നതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സഹോദരി വീട്ടിൽ കോളറിട്ടാണ് നടന്നുകൊണ്ടിരുന്നല്ലേ? അതെ. ഒട്ടും കൈ പൊങ്ങുകലായിരുന്നു. ഒട്ടും പൊങ്ങുകല. എന്താ ഡോക്ടേഴ്സ് പറഞ്ഞേ? തേയ്മാനമാണ്. ഇപ്പൊ കൈ ഒന്ന് ഉയർത്തി കാണിച്ചവരെ, കരങ്ങൾ അടിച്ചത് കണ്ടവരെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ കൊടുത്ത വിടുതലിനായി സ്തോത്രം. യെസ് ബ്രദർ, യെസ്, ഹല്ലേലൂയ. പക്ഷേ കഴിഞ്ഞ 4 വർഷമായിട്ട് ആർത്രൈറ്റിസിൻ്റെ അസ്വസ്ഥതയായിരുന്നു. തൻ്റെ എല്ലാ ജോയിൻസിനും അതിഭയങ്കരമായ വേദനയോടെ ഇവിടെ വന്നിരുന്നത്. ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം കാരണം താൻ 4 വർഷമായി ജോലിക്ക് പോയിട്ട്, എന്നാൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ പ്രാർത്ഥനാ മധ്യത്തിൽ കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. അവൻ കൈക്കും കാലിനുമെല്ലാം ആ വേദന മാറി. സഹോദരി സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നു. സഹോദരി ആർത്രൈറ്റിസ് ആയിരുന്നു. ഈ കൈയൊന്നും അനക്കത്തില്ലായിരുന്നു എനിക്ക്. ഇപ്പം ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഈ അനക്കാനൊന്നും വേദനയായിരുന്നു. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനൊന്നും എടുക്കാനൊന്നും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഹോദരിയുടെ മകളോ ഹസ്ബൻഡോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഈ കൈ ചലിക്ക് അനക്കമൊക്കെ ചെയ്യാം. മുട്ടിന് നല്ല മാറ്റമുണ്ട്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ? മുട്ടൊന്നും മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ നേരെ നടക്കുള്ളൂ. അത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരാ? ഞാനാ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന വിടുതലുണ്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. ഇവരെങ്ങനെയാ ഇവർക്ക് നടക്കാനൊക്കെ? അല്ല, ഞാൻ പിടിച്ചാ വണ്ടിയിൽ നിന്ന് ഇപ്പം കൊണ്ടുവന്നത്. പിടിച്ചു കൊണ്ടുവന്ന ആളാണോ ഓടി സ്റ്റേജിൽ കയറിയേ? അപ്പം ഇങ്ങനെ കാലെടുത്ത് വെച്ച് നടക്കുകയല്ലായിരുന്നു. സഹോദരി ഇനി വന്നേ. ഓ, യേശുവിന്റെ നാമത്തിൽ കൊടുത്ത ആ കൈ ഉയർത്തി പിടിച്ചോ. 2 കൈ ഉയർത്തി പിടിച്ചോ. ഉയരാത്ത കൈ ഉയർന്നു, ചലിക്കാത്ത കാല് ചലിച്ചു. ഇത് ആരുടെ കരവാ? വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചെന്ന് രാത്രിയിൽ അത്ഭുത വിടുതൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധമ്മ കൊടുത്തതിന് നന്ദി. എന്താ ദേവദാസ, വേഗം പറഞ്ഞാട്ടെ, വേഗം പറഞ്ഞാട്ടെ. ഈ സഹോദരിയുടെ പേര് ചെല്ലമ്മ എന്നാണ്. ഏറെ വർഷങ്ങളായിട്ട് കാലിൽ ഒരു മാങ്ങയുടെ അത്രയും വലിപ്പമുള്ള ഒരു മുഴയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായി മാറി. സഹോദരങ്ങൾ, ഇവരാരും ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ അറിഞ്ഞില്ല, യേശു നിങ്ങളുടെ നടുവിലുണ്ടായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞാനോ അത് അറിഞ്ഞില്ല. അത് മാറിയല്ലേ? 5 വർഷമായിരുന്നു എൻ്റെ കാലിൽ ഒരു മുഴ ഉണ്ടായിരുന്നു, അത് മാറി. ഇപ്പൊ അതവിടെ ഇല്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള സൗഖ്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ 4 വർഷം മുമ്പുണ്ടായിരുന്ന ആർത്രൈറ്റിസ് സൗഖ്യമാക്കി. ഈ സഹോദരിയുടെ 5 വർഷമായിരുന്ന ആർത്രൈറ്റിസ് കർത്താവ് സൗഖ്യമാക്കി. നടക്കാൻ പാടായിരുന്നോ? ഇതിലൊന്നും കയറാൻ പറ്റത്തില്ലെന്ന് ഞാൻ ചാടിയാ കയറി വന്ന്. അതുപോലെ മഴ വന്നു. ഇവിടെ വേദന കൂടിയിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ നോക്കിയിട്ട് മഴയില്ല. സഹോദരി, അപ്പൊ ആരാ ഇവിടെ കൊണ്ടുവന്നേ? മോനുണ്ട്, കാറിനാ വന്നത്. മോനാ കൊണ്ടുവന്നല്ലേ? അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല. ഞാൻ ചാടിയ കയറി വന്നു. അപ്പൊ അത് യേശുവല്ലേ? അപ്പൊ അത് കർത്താവല്ലേ ചെയ്തേ? കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. സോ മെനി ഹീലിങ്സ് കർത്താവ് അനേകരെ വിടുവിച്ചു. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിനും അവൻ്റെ വചനത്തിനു വേണ്ടി നിൽക്കുന്ന ശക്തന്മാരായ പ്രാർത്ഥനാ വീരന്മാർ, സഹോദരന്മാർ ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾക്ക് ഈ ദേശത്ത് നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനം കർത്താവ് വിളിച്ചറിയിക്കുവാൻ അവിടുത്തെ അഭിഷിക്തന്മാരെ കർത്താവ് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്തതുകൊണ്ട് നന്ദി പറയുന്ന കർത്താവേ, രാത്രിയിലും കർത്താവ് അനേകരെ തൊട്ട് അവിടുന്ന് സൗഖ്യമാക്കിയത് കൊണ്ട് സ്തോത്രം. രാത്രിയിൽ അഭിഷിക്തദാസനെ ശുശ്രൂഷയ്ക്കായി ദൈവം ശക്തീകരിച്ചതുകൊണ്ട് സ്തോത്രം. ഈ ഒരു വലിയ വിടുതൽ കർത്താവെ ദേശം അനുഭവിച്ചറിയുവാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് ദൈവം ആശീർവാദത്തോടെ അയക്കുന്നത് കൊണ്ട് സ്തോത്രം.
പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്നേഹവും ഇപ്പോഴെപ്പോഴും എല്ലാ നാളുകളിലും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രിയിലും കർത്താവ് നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും.